നമ്മുടെ യു എയിലുള്ള ലുലു ഔട്ട്ലെറ്റ്സുകളിൽ ഇപ്പോൾ മാംഗ്യോമാനി എന്ന് പറഞ്ഞൊരു മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 60 തരം മാങ്ങകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് പോയി കാണാനും പറ്റുവാണെങ്കിൽ ചിലതൊക്കെ വാങ്ങാനുമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പോയി മാങ്ങകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇവിടെ ഒത്തിരി വെറൈറ്റി മാങ്ങയുണ്ട് കേട്ടോ. ഈ മാങ്ങ എന്ന് വെച്ചാൽ രാജ്പൂരി മാംഗോ രാജ്പൂരി എന്നാണ് പറയുന്നത്. ഒരു 6.95 ആണ് പറയുന്നത്. രാജ്പൂരി എനിക്ക് ഇന്ത്യൻ വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു പേര് കേട്ടിട്ട്. അത്യാവശ്യം വലിയ മാങ്ങയൊക്കെ തന്നെയാണ്. അടുത്തത് ബദാമി. യു എയിൽ എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന ഒരു മാങ്ങയാണ് ബദാമി മാങ്ങ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഏറ്റവും ചീപ്പായിട്ടുള്ള മാങ്ങ യു എയിൽ ഇതാണ്, ബദാമി കേട്ടോ. ഈ മാങ്ങയുടെ പേര് നാംദോക്കി എന്നാണ്. അത് പേര് പോലെ ജപ്പാനാണ് ഇതിൻ്റെ ഒറിജിൻ. അടുത്ത മാങ്ങ തൻവീർ കൊടി. ഇത് ഇന്ത്യൻ ഒറിജിൻ മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ മാംഗോ എന്നാണ്, നമ്മുടെ കോമാങ്ങയാണ് കേട്ടോ ആള്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്ത മാങ്ങ ചിന്നരസ എന്ന് പറഞ്ഞ് ഈ തമിഴായിരിക്കും കേട്ടോ. ഇത് മൈലാപ്പൂരി മാങ്ങ എന്നാണ് പറഞ്ഞത് കേട്ടോ. മൈലാപ്പൂരി മാങ്ങ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മൈലാപ്പൂരി മാങ്ങ നാട്ടിലെ മാങ്ങയാണ്. പിന്നെ ഒത്തിരി മാങ്ങയുണ്ട് കേട്ടോ ഇവിടെ എല്ലാം. പിന്നെ അടുത്ത മാങ്ങ കാലാപ്പാടി മാങ്ങ. അത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. കാലാപ്പാടി വാങ്ങിക്കോ. ഇതും നല്ല ഭംഗിയുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള കേട്ടോ. നല്ല കളർഫുള്ളാണ് ഈ മാങ്ങയെല്ലാം. ഏതെടുക്കണമെന്നാണ് കൺഫ്യൂഷൻ. ഇവിടെ ഉള്ളതെല്ലാം ഇതുണ്ട്. സിന്ദൂരം മാങ്ങയുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഒറിജിൻ മാങ്ങകളാണ് കേട്ടോ. ഇവിടെ ഉള്ളതെല്ലാം ഇന്ത്യൻ ഒറിജിനാണ് മിക്കതും. നല്ല ഭംഗി. എനിക്ക് ഇതാണ് സിന്ദൂരം മാങ്ങ എന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതും വെറൈറ്റി ഒരു മാങ്ങയാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു മാങ്ങ കാണുന്നത്. ഇതിൻ്റെ പേര് മാംഗോ മഞ്ചക്കിളി എങ്ങനെയാണ് പറയുന്നത് കേട്ടോ. എനിക്ക് എക്സാക്ട് നെയിം വായിക്കാൻ പറ്റിയില്ല. പിന്നെ മുണ്ടപ്പ എന്ന് പറഞ്ഞൊരു മാംഗോ. ഈ കട്ടപ്പ പോലൊരു മാങ്ങയാന്ന് തോന്നുന്നു മുണ്ടപ്പ. അത്യാവശ്യം സൈസൊക്കെ ഉള്ള മാങ്ങ കേട്ടോ ഇത്. മുണ്ടപ്പ എന്നാണ് എൻ്റെ പേര്. മാംഗോ മുണ്ടപ്പ എന്നവർ വിളിക്കുന്നത്. വേറൊരു മാങ്ങയാണ് മാംഗോ അമ്മിണി. അതൊക്കെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി പേര് കേൾക്കുമ്പോൾ കേട്ടോ. വേറൊരു മാങ്ങയാണ് മാംഗോ മൽഗോവ പറയുന്ന പോലെ പൽഗോവ എന്ന് പറഞ്ഞൊരു മാംഗോ. ഇതും അത്യാവശ്യം സൈസൊക്കെ ഉള്ള മാങ്ങ കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു, നല്ല മണമുണ്ട് കേട്ടോ ഈ മാങ്ങയ്ക്ക്. പൽഗോവ. പിന്നെയാണ് നല്ല മൂവാണ്ടൻ മാങ്ങ. ഇതാ മൂവാണ്ടൻ മാങ്ങ, നമ്മുടെ നാടൻ മൂവാണ്ടൻ മാങ്ങയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ്, നല്ല മണമുണ്ട് കേട്ടോ. ഇതിനൊക്കെ നല്ല മൂവാണ്ടൻ മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട്. പിന്നെയുള്ളതാണ് ബ്ലാക്ക് മോക്കി എന്ന് പറഞ്ഞ്. ഇത് കറുപ്പൊന്നും അല്ല, പക്ഷെ എന്താ അങ്ങനെ പേര് വന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ. നമ്മുടെ മൂവാണ്ടൻ മാങ്ങ എനിക്ക് ഓർമ്മ എടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഏതായാലും കുറച്ച് മൂവാണ്ടൻ മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം എടുത്ത മാങ്ങ മൂവാണ്ടനാണ്. ഈ മാങ്ങയുടെ പേര് പഞ്ചവർണം എന്നാണ്. എന്താ അതിൻ്റെ പേരും അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. അടുത്ത പറഞ്ഞാൽ നാട്ടിക്കളറും നാട്ടിത്രിയും 2 മാങ്ങയുണ്ട് കേട്ടോ. ഇതാ നാട്ടിക്കളർ. എനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് കളർ ആയതുകൊണ്ടായിരിക്കും നാട്ടിക്കളർ എന്ന് പറഞ്ഞ പേര് വന്നത്. ഇത് മാംഗോ ലഡു. മേ ബി ഇത് ലഡുവിൻ്റെ സൈസ് അല്ല, രൂപമായതുകൊണ്ടായിരിക്കും കേട്ടോ. ഇതാണ് മാംഗോ ഗ്രേപ്പ്. മേ ബി അതിൻ്റെ ടേസ്റ്റ് കൊണ്ടായിരിക്കും അങ്ങനെ അതിൻ്റെ ഒരു പേര് വന്നത്, മാംഗോ ഗ്രേപ്പ് എന്ന് പറഞ്ഞ്. എന്തൊക്കെ വെറൈറ്റി മാങ്ങകളല്ലേ, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല. ഇത് ശാന്തി മൽഗോവ. അങ്ങനെ മൽഗോവ ഒത്തിട്ടുണ്ട് കേട്ടോ. പൽഗോവയുണ്ട്, മൽഗോവയുണ്ട്. ഇത് തോരാപ്പടി, മാംഗോ തോരാപ്പടി. മേ ബി ഞാൻ വായിച്ചത് തെറ്റായിരിക്കും കേട്ടോ. മാംഗോ ഓംലെറ്റ്. അതെന്താ അങ്ങനെ പേര് വരാൻ കാര്യം? മേ ബി ഇതിൻ്റെ സർഫസ് ഇങ്ങനെ ചുളുങ്ങി ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ പേര് മാംഗോ ഓംലെറ്റ്. ഇന്ത്യൻ വെറൈറ്റിയാണ് കേട്ടോ. മാംഗോ പേത്താർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി. എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യൻ ആണ്, ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെ വായിച്ചിട്ടുണ്ട് കേട്ടോ ഈ മാംഗോ വെറൈറ്റി. ഈ മാംഗോ വെറൈറ്റിയുടെ പേര് മാംഗോ ഷുഗർ ബേബി എന്നാണ്. നമ്മുടെ നാട്ടിലെ കാനമാങ്ങ കാട്ടുമാങ്ങ എന്നൊക്കെ പറയുന്നില്ലേ, ആ സെയിം ഐറ്റം ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിന് ഇത്രയും വലിപ്പമാകത്തുള്ളൂ, നല്ല മധുരമാണ്. ഞങ്ങളിതൊക്കെ വെച്ചിട്ട് നമ്മുടെ മാങ്ങ പുളിശ്ശേരി അല്ലെ മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ആ സെയിം വെറൈറ്റി തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ മാങ്ങ കണ്ടിട്ടൊരു വെറൈറ്റി തോന്നി. ഇതിൻ്റെ പേരാണ് അതിലും വെറൈറ്റി, മാംഗോ ടോമി. ഇത് ഉഗാണ്ടൻ മാങ്ങയാണ് കേട്ടോ, ഇന്ത്യൻ അല്ല. മാംഗോ ടോമി. ഇതും വേറൊരു വെറൈറ്റി മാങ്ങ കേട്ടോ. ഇത് പ്രിയൂർ മാങ്ങ. പ്രിയൂർ മാങ്ങ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യൻ വെറൈറ്റി തന്നെയാണ് കേട്ടോ, പ്രിയൂർ മാങ്ങ. പിന്നെയുള്ളത് ഇന്ത്യയുടെ അഭിമാനം അല്ലെ, നമ്മുടെ മാമ്പഴത്തിലെ രാജാവെന്ന് വിളിക്കുന്ന അൽഫോൺസ മാങ്ങ കേട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കൊണ്ട് വാങ്ങിച്ച് കഴിച്ചതേ ഉള്ളൂ. നല്ല മധുരവും അതുപോലെ പുളിയുടെ കൂടി നല്ലൊരു ടേസ്റ്റ് കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മാംഗോ അൽഫോൺസിയ.
പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഇത് യമൻ്റെ മാങ്ങ കേട്ടോ. അതിന് പ്രത്യേകിച്ച് പേരൊന്നും കൊടുത്തില്ല, മാംഗോ യമൻ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതും യൂഷ്വലി നമ്മൾ യു എയിലെ മാർക്കറ്റുകളിൽ കാണാറുള്ള നോർമൽ എല്ലാ സീസണിലും കാണുന്നൊരു മാങ്ങ കേട്ടോ. ഇനി വേറൊരു കൗണ്ടർ ഉണ്ട് കേട്ടോ, അവിടെ നമുക്കൊന്ന് പോയി നോക്കാം. എഗെയിൻ അവിടെ പ്രിയൂർ മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മാങ്ങയുടെ കളക്ഷൻ ആട്ടോ ഇവിടെയുള്ള. ഇവിടെ അൽഫോൻസ മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല പഴുത്ത അൽഫോൻസ മാങ്ങ. ഹിമപസന്ത് അത് നല്ല ഇന്ത്യൻ മാങ്ങയാണ്. അതുപോലെ നീലം മാങ്ങ, ഇതൊക്കെ നല്ല ടേസ്റ്റുള്ള മാങ്ങ കേട്ടോ. അത് ഇന്ത്യൻ വെറൈറ്റി തന്നെയാണ് ഈ മാങ്ങയൊക്കെ, നീലം മാങ്ങ. ഇവിടെയുള്ളതൊക്കെ എനിക്കൊന്ന് തായ്ലാൻഡ്, ഫിലിപ്പിയൻ, ഇത് വിയറ്റ്നാം ഒരു ഒറിജിനുള്ള മാങ്ങ കേട്ടോ. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ട് മാങ്ങയാണ്. ഇവിടെ എല്ലാം തായ്ലൻഡ്, ഫിലിപ്പിയൻ അങ്ങനെ, ഈ മാങ്ങയെല്ലാം ഫിലിപ്പിയൻ മാങ്ങയാണ്. തായ്ലൻഡ്, ചൈന അങ്ങനത്തെ അവിടെ നിന്ന് വരുന്നൊക്കെ മാങ്ങ കേട്ടോ. അതൊക്കെ വളരെ ഡിഫറെൻറ്റ് ഷേപ്പിലാണ് കേട്ടോ, നമ്മളൊരിക്കലും കാണാത്ത ടൈപ്പ് മാങ്ങയാണ്. ഈ ഒരു സെക്ഷനിലുള്ളത് കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ വന്ന് കാണുന്നതിന്. ഈ ഒരു സെക്ഷനിലോട്ട് വരുമ്പോൾ തന്നെ നല്ല മണമാണ്. ഇതൊരു ഫിലിപ്പിയൻ മാങ്ങ കേട്ടോ, ഒരു മഞ്ഞ കളർ മാങ്ങ, പ്യുവർ മഞ്ഞ. ഇത് 49 ദിർഹം, കുറച്ച് എക്സ്പെൻസീവ് കേട്ടോ. വേറൊരു കൗണ്ടറുണ്ട്, ഇവിടെയും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മാങ്ങകളൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ, ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി ഇത് നമ്മളൊരു ബോക്സായിട്ട് വാങ്ങണമെന്ന് തോന്നുന്നു. ഇവിടെയും ഉണ്ട് കുറച്ച്, ഇതും അൽഫോൻസ മാങ്ങയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഇവിടെയും കുറച്ചേറെ മാങ്ങകളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല എക്സ്പെൻസീവാണ്, 36 ദിർഹമൊക്കെയാണ് ആ മാങ്ങയ്ക്ക്. ഈ ഇവിടെ മാങ്ങയുണ്ട്, ലൈക്ക് നല്ല ഇതും എനിക്ക് ബോക്സിൽ വാങ്ങാൻ പറ്റിയ മാങ്ങകളാണ് കേട്ടോ. ഇവിടെയും കുഞ്ഞ് കണ്ണിമാങ്ങകളുണ്ട്, നമുക്ക് ഈ അച്ചാറിടാൻ പറ്റിയ കണ്ണിമാങ്ങകളുണ്ട്. പിന്നെ ഇവിടെ മാങ്ങ മുറിച്ച് ഉപ്പും മുളകൊക്കെ വെച്ചിട്ട് നമ്മുടെ നാടൻ ഒരു വൈബ് വരുന്നൊരു ഐറ്റം കേട്ടോ. ഇതും ഞങ്ങൾ ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ വായിൽ നമ്മുടെ എല്ലാം വെള്ളം വരുമല്ലേ, നമ്മളുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ ഓർമ്മ വരുന്നു. ഇത് മാംഗോ യുവയും മാംഗോ തോട്ടാപ്പൂരിയും ഒക്കെ ഇവർ സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം വിലക്കുറവുണ്ട്. മാംഗോ മൽഗോവ, മൽഗോവ മാമ്പഴം നമ്മൾ പൽഗോവയെ കണ്ടിട്ടുണ്ടായിരുന്നു. കേസർ മാങ്ങ, ഇതും ഇന്ത്യൻ വെറൈറ്റി കേട്ടോ. പിന്നെ നമ്മൾ പോയത് വേറൊരു ഫുഡ് കൗണ്ടറിലോട്ടായിരുന്നേ. അവിടെ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. മാംഗോ ജിലേബി, ലഡു, അതുപോലെ ഹൽവ ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ മാംഗോ പായസം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മാംഗോ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഐ മീൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി വാങ്ങിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാനോ, നമ്മൾ ഒരിക്കലും കാണാത്തതും കേൾക്കാത്തതും മാങ്ങകളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് എനിക്ക് തോന്നി ലൈക്ക് എന്നെപ്പോലെ മാങ്ങയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം.